السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العظيم. ബഹുമാനാദരവുകൾ നിറഞ്ഞ ലത്തീഫ് ഉസ്താദ്, അതുപോലെ മുത്തഅല്ലിമീങ്ങളെ, കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് ആഗതമാകാൻ ഇനി കേവലം 8-9 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് ആഗതമായതിനു ശേഷം റമളാനെ കുറിച്ച് അറിയുന്നതിനു പകരം റമളാൻ ആഗതമാകുന്നതിന് മുമ്പ് തന്നെ എന്താണ് റമളാൻ, ഒരു വിശ്വാസി എന്ന നിലയിൽ റമളാനിൽ ഏത് വിധത്തിലായിരിക്കണം നാം സമയങ്ങൾ വിനിയോഗിക്കേണ്ടത്, അതിന്റെ പ്രാധാന്യവും പ്രസക്തിയും എന്താണ് തുടങ്ങി ധാരാളം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതും റമളാനിൽ അത് നമുക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന കാര്യവും ആണ്. അതുകൊണ്ടാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു പരിശുദ്ധമായ റമളാനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ആരാധനകളെ കൊണ്ട് ധന്യമാക്കാനും നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ റമളാനുകളെ അപേക്ഷിച്ച് ആഗതമാകുന്ന റമളാൻ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി മുത്തഖിയാവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഖുർആൻ പറഞ്ഞല്ലോ, മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നിങ്ങൾ മുത്തഖിയാവാൻ വേണ്ടിയിട്ടാണ്. അതിലേക്കുള്ള സൂചന നേരത്തെ അഹ്സൻ ഉസ്താദ് നൽകുകയുണ്ടായി. മനസ്സിന്റെ ക്ലിയറൻസ് ആണ് തഖ്വ. തഖ്വയുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. തഖ്വയുണ്ടെങ്കിലാണ് മുത്തഖിയാവുക. മുത്തഖീങ്ങൾക്കാണ് സ്വർഗ്ഗം. വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. ഇവിടെ പലരും വിജയിക്കും, പരാജയപ്പെടും. ഈ ഇലക്ഷനിൽ വിജയിച്ചവർ ഒരു പക്ഷേ അടുത്ത ഇലക്ഷനിൽ പരാജയപ്പെടും. അങ്ങനെ മാറി മറിയുമെങ്കിലും അതൊന്നും അല്ല വിജയം. യഥാർത്ഥ വിജയം അത് മുത്തഖീങ്ങൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖിയാകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിലെ നോമ്പ് എന്നുള്ളത് ഇസ്ലാം കാര്യത്തിൽ 4ാമത്തെ കാര്യമാണ്. ഇസ്ലാം കാര്യം 5 പണ്ടേ നമ്മൾക്കറിയാം. അതിൽ 4ാമത്തെ കാര്യമാണ് റമളാനിലെ നോമ്പ്. അതില്ല എന്ന് പറഞ്ഞാൽ, അത് നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. പരിശുദ്ധമായ റമളാൻ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭനങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് റമളാന്റെ പ്രാധാന്യവും പ്രസക്തിയും ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധമായ റമളാനെ ഒരാൾ അവഗണിക്കുകയാണ്, അതിനെ പരിഗണിക്കുന്നില്ല. റമളാന് നോമ്പ് നോൽക്കൽ നിർബന്ധമൊന്നുമില്ല, അതൊക്കെ പുരോഹിതന്മാരും അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് മാത്രമല്ല, അയാൾ ഇനി എന്തു തന്നെ ചെയ്താലും സ്വീകരിക്കില്ല. അദ്ദേഹത്തിന്റെ ഒരു കർമ്മവും അല്ലാഹു തആല ഖബൂലാക്കുകയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമളാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നിരക്ക് തന്നെയാണ് റമളാന്റെ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, റമളാൻ എന്തിനാണ് അല്ലാഹു തആല റമളാനിലെ പരിശുദ്ധമായ നോമ്പുകൾ നമ്മുടെ മേൽ നിർബന്ധമാക്കിയത്? നേരത്തെ പറഞ്ഞു, തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ്.
തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ചെയ്യലാണ്, അള്ളാഹു വിരോധിച്ച മുഴുവൻ കാര്യങ്ങളും വെടിയലുമാണ്. എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണിത്. അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാം, അള്ളാഹു താൻ വിരോധിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അതായത് നമുക്ക് സൗകര്യമുള്ളത് മാത്രം ചെയ്യാന്നുള്ളതല്ല. നമ്മുടെ കൂട്ടത്തിൽ ഇന്നിപ്പോ അങ്ങനെ നമുക്ക് സൗകര്യമുള്ളത് ചെയ്യാം, സൗകര്യം ഉണ്ടാകുമ്പോ ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യും, എനിക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യൂല. എങ്ങനെയാണല്ലോ നമ്മുടെ പല കാര്യങ്ങളും. നിസ്കാരം, നോമ്പ് മാത്രമല്ല, ഒരു മുസ്ലിം എന്ന നിലയിൽ അവന്റെ A to Z വരെയുള്ള മുഴുവൻ കാര്യങ്ങളും എല്ലാം, അവന്റെ ബിസിനസ്, അവന്റെ വൈവാഹികം, അവന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും അള്ളാഹ് കൽപ്പിച്ചതുപോലെ ആവണം, ഇസ്ലാം നിഷ്കർഷിച്ചതുപോലെ ആകണം എന്ന് പറയുമ്പോ അവിടെ നമ്മൾ പലപ്പോഴും പരാജയപ്പെടും. എനിക്കിഷ്ടമുള്ളതുപോലെ, നമുക്ക് തോന്നുന്നത് പോലെ എന്നത് ശരിയല്ല, അത് തഖ്വയുടെ ലക്ഷണമല്ല. അള്ളാഹ് കൽപ്പിച്ചതൊക്കെ ചെയ്യുക, മതം നിർദ്ദേശിക്കുന്നതൊക്കെ ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക, അതാണ് തഖ്വ. മാത്രമല്ല അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ചിലത് നമുക്ക് വളരെ ഇഷ്ടമാണ്, അത് എന്നെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റൂല. ചില ആളുകൾ ലഹരിക്കടിമപ്പെട്ടവരാണ്, മറ്റു ചില സാമ്പത്തികമായി ആളുകളെ വഞ്ചിക്കലാണ് അവന്റെ ഹോബി. സാമ്പത്തിക രംഗത്ത് അനധികൃതമായി സമ്പത്ത് ഉണ്ടാക്കുക, മറ്റുള്ളവരെ ചതിക്കുക, കടം വാങ്ങിട്ട് കൊടുക്കാതിരിക്കുക, അത് അവന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക, അതാണ് അവന്റെ ബിസിനസ്. കടം വാങ്ങുക, എന്നിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക, ചോദിച്ചവൻ വളരെ ടൈറ്റിലാണ്, പ്രയാസാണ്, അതാണ് അവന്റെ ബിസിനസ്. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ പലരും പല വിധത്തിലാണ്, പലർക്കും പല വിധത്തിലുള്ള വീക്ക്നെസ്സുകളാണ്. ചിലർക്ക് നാവാണ് വീക്ക്നെസ്, മറ്റു ചിലർക്ക് മറ്റുള്ള അവയവങ്ങളാണ് വീക്ക്നെസ്. പല വിധത്തിലുള്ള വീക്ക്നെസ്സുകൾ നമുക്കുണ്ടാകും. ഇവിടെ പരിശുദ്ധമായ റമദാൻ എല്ലാ വീക്ക്നെസ്സിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ, നമ്മുടെ ഉള്ളും പുറവും പ്രത്യക്ഷവും പരോക്ഷവുമായി ഒരു മുസ്ലിം ശുദ്ധിയാകാനുള്ള നല്ല അവസരമാണ് റമദാനിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. കാരണം എന്താ? പകല് പട്ടിണി കിടക്കുകയാണ്, തെറ്റിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്, നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അനിയന്ത്രിതമായ അന്നപാനീയങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. തോന്നുന്നു നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുക, അപ്പോ നമ്മുടെ ശരീരത്തെ നാം ഉദ്ദേശിക്കുന്ന വിധത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇവിടെയാണ് ഫജ്ർ മുതൽ ഖുറൂബ് വരെ നിർബന്ധമായും ഒരു വിശ്വാസി അന്നപാനീയങ്ങൾ മുഴുവനും വെടിയുകയാണ്, ത്യജിക്കുകയാണ്. കേവലം അന്നപാനീയങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം പോരാ, അവന്റെ വിചാരങ്ങളെ നിയന്ത്രിക്കുകയാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം അന്നപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, കണ്ണിന് നോമ്പുണ്ട്, ചെവിക്ക് നോമ്പുണ്ട്, നാവിന് നോമ്പുണ്ട്. അപ്പോൾ ഒരേ സമയം പട്ടിണി കിടക്കുന്നതോടൊപ്പം തന്നെ അവന്റെ കണ്ണിനെ നിയന്ത്രിക്കുകയാണ്, ചെവിയെ നിയന്ത്രിക്കുകയാണ്, നാവിനെ നിയന്ത്രിക്കുകയാണ്. എല്ലാ അശ്ലീലതകളിൽ നിന്നും, ആഭാസങ്ങളിൽ നിന്നും, തോന്നിവാസങ്ങളിൽ നിന്നും, ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്നും, മറ്റു താല്പര്യങ്ങളിൽ നിന്നും, സന്തോഷങ്ങളിൽ നിന്നും, ആഹ്ലാദങ്ങളിൽ നിന്നും ഒക്കെ അവൻ മാറി നിൽക്കുകയാണ്. നോമ്പുകാരന് അവന്റെ പകലിൽ സുഗന്ധം പോലും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, കറാഹത്തല്ലേ. പ്രിയപ്പെട്ടവരെ, മറ്റു സമയം കളയുന്ന മറ്റുള്ള എല്ലാ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ, ഗെയിംസുകളാകട്ടെ, അതുപോലെ തന്നെ ഹലാലായതിൽ നിന്ന് തന്നെ നമ്മുടെ സമയം വെറുതെ കളഞ്ഞു കുളിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കലാണ് സമ്പൂർണമായ നോമ്പ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ റമദാനാകുമ്പോ കേവലം അന്നപാനീയങ്ങൾ ത്യജിച്ചാൽ മാത്രം പോരാ. ഈ പരിശുദ്ധമായ റമദാനിലൂടെ എനിക്ക് യഥാർത്ഥ നോമ്പുകാരാകാൻ കഴിയണം. അതിന് എന്റെ വാട്സപ്പ് റമദാനിൽ ഞാൻ നിയന്ത്രിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കണം. എന്റെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് റമദാൻ എനിക്ക് നിയന്ത്രണം വേണമെന്ന് ഈ സമയം നാം ഓരോരുത്തരും തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, കൃത്യമായ ടൈം ടേബിളിലൂടെ, ഷെഡ്യൂളിലൂടെ മുന്നോട്ട് പോയെങ്കിലേ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആത്മീയമായ അനുഭൂതിയും ആത്മീയമായ ഉന്നതിയും നമുക്ക് കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കൊക്കെ പരിശുദ്ധമായ റമദാൻ ശരീഫിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട്
അതുകൊണ്ട് റമദാനിൽ നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങണം. പരിശുദ്ധമായ റമദാനിലെ നോമ്പ് സുബ്ഹാനല്ലാഹ്, അതിന്റെ പ്രതിഫലം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ പ്രതിഫലമാണ് പരിശുദ്ധമായ റമദാൻ ശരീഫിലെ നോമ്പിനുള്ളത്. ഉടമയായ റബ്ബ് പറയുകയാണ്, എല്ലാ ഹസനത്തുകൾക്കും അതിന്റെ ഇരട്ടി പ്രതിഫലം മിനിമം ഉണ്ട്. ചെയ്യുന്ന വ്യക്തിയുടെ ആത്മാർത്ഥത അനുസരിച്ച്, ഇഖ്ലാസ് അനുസരിച്ച് ഇരട്ടിയായി അതങ്ങനെ വർദ്ധിപ്പിക്കപ്പെടുമെങ്കിലും ഇല്ല സൗമ, നോമ്പൊഴിച്ച്, വസ്സൗമുലീ, നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, ഞാൻ അതിന് പ്രതിഫലം നൽകുന്നു. നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ നൽകും. മറ്റൊരു ഇബാദത്തിനെ കുറിച്ചും അല്ലാഹു തആല ഈ വിധത്തിൽ പറഞ്ഞില്ല. നോമ്പിനെ കുറിച്ച് മാത്രമാണ് ഈ ഒരു ശൈലി സ്വീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ നൽകും. എന്താണ് ഇതിന്റെ പ്രത്യേകത? മറ്റു പല ആരാധനകളും റിയാ വരാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. നിസ്കാരാണെങ്കിലും ദിക്റാണെങ്കിലും സ്വലാത്താണെങ്കിലും ധർമ്മമാണെങ്കിലും ഒക്കെ മറ്റുള്ളവർ കാണാനും, അത് മറ്റുള്ളവർ കാണും അല്ലെങ്കിൽ ആ വിധത്തിൽ ജനങ്ങൾക്കിടയിൽ പേരെടുക്കാനും പ്രശസ്തി നേടാനും പല ഭൗതികമായ താല്പര്യങ്ങളും ഏത് കർമ്മങ്ങളിലും കടന്നു വരും. ഒരാൾ നോമ്പുകാരനാണെന്ന് എങ്ങനെ പറയാം? ഒരാൾ നോമ്പുകാരനാണെന്നെ നോക്കിയ തീരൊന്നുമില്ല, നോമ്പ് നോറ്റിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അള്ളാനെ പേടില്ലോ നോമ്പ് നോൽക്കും. അള്ളാനെ പേടില്ലവൻ എന്ത് ചെയ്യാണ്? ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ട്, പൂതിയുണ്ട്, വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഈ ഭക്ഷണം കഴിക്കണില്ല, വികാരങ്ങളെ വിചാരങ്ങളെ എല്ലാം ത്യജിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണത്. അതുകൊണ്ടാണ് മറ്റുള്ളതൊക്കെ ത്യജിച്ചൊഴിവാക്കി അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നോമ്പ് നോൽക്കാൻ. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കണില്ല, ചായ കുടിക്കുന്നത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ലഞ്ച് വേണ്ട, വൈകുന്നേരം ചായ വേണ്ട, ഈ വിധത്തിൽ പകൽ അവരെല്ലാം ഒഴിവാക്കാണ്. അതുകൊണ്ട് റിയാ കടന്നു വരാത്തൊരു ഇബാദത്താണത്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമുള്ളത് കൊണ്ട് അവൻ നോമ്പ് നോൽക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത് അത് എനിക്കുള്ളതാണ്, എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവൻ നോമ്പ് നോൽച്ചത്, അതിന്റെ പ്രതിഫലം ഞാൻ നൽകും. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയ പ്രതിഫലമാണ്. നോമ്പുകാർക്ക് മാത്രം സ്വർഗീയ ലോകത്തേക്ക് കടന്നു വരാൻ വേണ്ടി ഒരു ഗേറ്റ്, ഒരു കവാടം അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് റയ്യാൻ. നോമ്പുകാര് മാത്രമേ അതിലൂടെ പ്രവേശിക്കുകയുള്ളൂ. നോമ്പുകാർ അതിലൂടെ പ്രവേശിച്ചാൽ പിന്നെ ക്ലോസ്ഡ്, പിന്നെ അത് ഓപ്പൺ ആവില്ല. നോമ്പുകാർക്കുള്ളതാണ്. അതിന് യഥാർത്ഥ നോമ്പുകാരാവണം. പരിശുദ്ധമായ റമദാൻ ശരിക്കും ഉപയോഗപ്പെടുത്തി യഥാർത്ഥ നോമ്പുകാരാകാൻ കഴിഞ്ഞാൽ നമുക്കും ആ കവാടത്തിലൂടെ കടന്നു പോകാനുള്ള പെർമിഷൻ ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമദാനിലെ നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത് റമദാനിലെ നോമ്പ് തന്നെയാണ്. ആ നോമ്പ് ഒരാൾ ഒഴിവാക്കിയാൽ കാരണം കൂടാതെ, മൻ അഫ്തറ യൗമൻ മിൻ റമദാൻ മിൻ ഗൈരി റുഖ്സത്തിൻ റഖ്സഹു അല്ലാഹു ലഹു വലാ മറദിൻ ലം യഖ്ദിഹി സൗമുദ് ദഹരി കുല്ലി. പരിശുദ്ധമായ റമദാൻ ശരീഫിലെ നോമ്പ് ഇസ്ലാം അനുവദിച്ച കാരണങ്ങളൊന്നും കൂടാതെ വെറുതെ ചുമ്മാ ഒഴിവാക്കിയാൽ, കൊല്ലം മുഴുവനും നോമ്പ് നോറ്റാൽ, അതിന് പകരം നോമ്പ് നോറ്റാലും റമദാനിലെ നോമ്പിനു പകരമാവില്ല. സ്വദഖ റസൂലുള്ളാഹി. റമദാന്റെ പകലിൽ നോമ്പ് വെറുതെ ഒഴിവാക്കുന്ന പലരുമുണ്ട്. നിസാരമായ കാരണങ്ങൾ പറഞ്ഞു ഒരു കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കുന്ന പലരുമുണ്ട്. പേരിൽ മുസ്ലിമാണ്, റമദാൻ ശരീഫിന്റെ പവിത്രത തിരിച്ചറിയാതെ റമദാന്റെ പകലിൽ ജനങ്ങൾ കാണാതെ ഭക്ഷണം കഴിക്കുന്ന പലരുമില്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമേ, റമദാൻ ശരീഫിൽ ഒരു നോമ്പിനു പകരം കൊല്ലം മുഴുവനും നോമ്പ് നോറ്റാലും റമദാന്റെ നോമ്പിനു പകരമാവില്ല. അതുകൊണ്ട് റമദാൻ ഒരു നോമ്പും നമ്മൾ വെറുതെ ഒഴിവാക്കാൻ പാടില്ല. ചെറിയ തലവേദനയുടെ പേരിൽ, ജോലിയുടെ പേരിലൊന്നും നോമ്പ് ഒഴിവാക്കാൻ ഇസ്ലാമിൽ നമുക്ക് അനുവാദം ഇല്ല. പ്രിയപ്പെട്ട ഒരാൾ മരിക്കും, ഇപ്പൊ നോമ്പ് മുറിച്ചിട്ടില്ലെങ്കിൽ രോഗാണ്, അതേ നോമ്പ് ഒരിക്കലും പൂർണ്ണമാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗമുണ്ട്, നോമ്പ് നോൽക്കാൻ ഒരു നിലക്കും കഴിയൂല. ആ നിലക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നോമ്പ് ഒഴിവാക്കാൻ എളുപ്പമുള്ളൂ. കേവലം ചെറിയ
തലവേദനയുടെ പേരിൽ, പനിയുടെ പേരിലൊന്നും നോമ്പൊഴിവാക്കാൻ പറ്റില്ല. എനിക്ക് സെൻട്രിങ്ങിന്റെ ജോലിയാണ്, എനിക്ക് പെയിന്റിംഗ് ആണ്, 10 നിലയുള്ള ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി നാളെ പെയിന്റ് അടിക്കാനുണ്ട്, അതുകൊണ്ട് നാളെ റമദാനിൽ നോമ്പ് ഞാൻ നോൽക്കൂല എന്ന് തലേന്ന് ഒരാൾ തീരുമാനം എടുക്കാൻ പറ്റൂല. അയാൾ നോമ്പ് നോറ്റിരിക്കണം. രാത്രി നീയത്ത് വെച്ച് അയാൾ നോമ്പ് നോറ്റ് അയാൾ പണിക്ക് പോകണം. അങ്ങനെ അദ്ദേഹം ജോലി എടുക്കുന്ന സമയത്ത് അയാൾക്ക് തലമിന്നാണ്. ഇപ്പൊ നോമ്പ് മുറിച്ചിട്ടില്ലെങ്കിൽ, വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു പോകും, തലമിന്നി താഴേക്ക് വീഴും. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി തന്റെ മുന്നിൽ കാണുമ്പോ ആ സമയം വേണമെങ്കിൽ നോമ്പ് മുറിക്ക എന്നല്ലാതെ നാളൊരു പക്ഷെ എനിക്ക് പണി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ നോമ്പും ഞാൻ നോൽക്കുകയില്ല എന്ന് തീരുമാനമെടുക്കുന്നത് ശരിയല്ല. ഇങ്ങനൊക്കെ പലരും ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് റമദാന നോമ്പ് കൊല്ലം മുഴുവനും അതിന് പകരം നോറ്റാലും പകരമാവില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂമിനെ, റമദാന നോമ്പിന്റെ പ്രസക്തിയും പ്രാധാന്യവും നമ്മൾ തിരിച്ചറിയണേ. അങ്ങനെ നമ്മൾ റമദാനിൽ നോമ്പ് നോൽക്കുകയാണ്. ആ നോമ്പിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ കരിഞ്ഞു പോവുകയാണ്. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാണ്. റമദാൻ ശരീഫിലെ നാം നോമ്പ് നോൽക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ കരിഞ്ഞു പോകുന്നു. അപ്പോ തഖ്വ നമുക്കുണ്ടാവണം. അതോടൊപ്പം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ദോഷങ്ങളൊക്കെ പുറത്തു പോകണം. പിന്നീട് നമ്മുടെ കടന്നു വരുന്ന നമ്മുടെ ഫ്യൂച്ചർ, കടന്നു വരുന്ന ഭാവിയിൽ നമുക്ക് ആത്മീയമായ പദവികൾ ഉയരണം. ഇതൊക്കെ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിന്ന് അല്ലാഹു തആല പൊരുത്തപ്പെട്ട വഴിയിലൂടെ പോകണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച പാപങ്ങൾ റമദാനോട് പൊറുക്കപ്പെടുകയാണ്. പുതിയ ഒരു ആത്മീയമായ ജീവിതം കെട്ടിപ്പടുക്കാൻ റമദാനിലെ നോമ്പും മറ്റ് ആരാധനകളും നമ്മെ സഹായിക്കുകയാണ്. ഭാവി ആത്മീയമായ ഉന്നതികൾ നേടാൻ റമദാൻ നമ്മെ സഹായിക്കുകയാണ്. അതിന് പ്രിയപ്പെട്ടവരെ, റമദാനിലെ നോമ്പ് മാത്രം പോരാ, രാത്രി തറാവീഹ് നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആരെങ്കിലും പരിശുദ്ധമായ റമദാൻ ശരീഫിലെ തറാവീഹ് നിസ്കാരം ഈമാനോടെ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഓരോ ഇബാദത്തുകളും, എന്തൊക്കെ കർമ്മങ്ങളുണ്ട്, എന്തൊക്കെ സുകൃതങ്ങളുണ്ടോ അതിനൊക്കെ ഇരട്ടി പ്രതിഫലമാണ്. സുന്നത്തിന് ഫർദിന്റെ പ്രതിഫലം, ഫർദിന് 70 ഫർദിന്റെ പ്രതിഫലം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഓഫറുകളുടെ ഒരു വലിയ അവസരമാണ് അല്ലാഹു തആല റമദാനിലൂടെ നമുക്ക് നൽകുന്നത്. എല്ലാ അർത്ഥത്തിലും നമുക്ക് നന്നാകാനുള്ള അവസരമാണ്. ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ തയ്യാറാവണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാന്റെ എല്ലാ രാത്രിയിലും, പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ എല്ലാ രാത്രിയിലും നോമ്പ് തുറക്കുന്ന സമയം, ഇഫ്താറിന്റെ സമയത്ത് 10 ലക്ഷം ആളുകളെയാണ് അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ഈ 10 ലക്ഷം ആളുകൾ നരകത്തിൽ പോകേണ്ടവരായിരുന്നു. പക്ഷേ റമദാൻ ശരീഫ് ഉപയോഗപ്പെടുത്തി നോമ്പ് നോൽക്കേണ്ട വിധത്തിൽ നോമ്പ് നോറ്റു. അതിനോടുള്ള ആദരവൊക്കെ കീപ്പ് ചെയ്യുന്നതിലൂടെ കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് അല്ലാഹു ചേർക്കുന്നു. എല്ലാ റമദാനിലും നോമ്പ് തുറക്കുന്ന സമയത്ത് 10 ലക്ഷം ആളുകളെയാണ് അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അതേ സമയം പരിശുദ്ധ റമദാനു ശരീഫിലെ വെള്ളിയാഴ്ച രാത്രി കടന്നു വന്നാൽ ഓരോ മണിക്കൂറിലും 10 ലക്ഷം ആളുകൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. പരിശുദ്ധമായ റമദാൻ ശരീഫിൽ അവസാനത്തെ രാത്രി ആഗതമായാൽ റമദാൻ 1 മുതൽ ഇതുവരെ റമദാൻ ശരീഫിന്റെ അവസാനത്തേതിന് മുമ്പുള്ള രാത്രി വരെ എത്ര ആളുകളെയാണോ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചത്, അത്രയും ആളുകളെ പരിശുദ്ധ റമദാൻ ശരീഫിന്റെ അവസാനത്തെ രാത്രി നരകത്തിൽ നിന്ന് അല്ലാഹു മുക്തമാക്കുന്നു, സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് ചേർക്കുന്നു. അതിൽ ഉൾപ്പെടണമെങ്കിൽ അതിനു വേണ്ട പ്രവർത്തനങ്ങളിൽ നാം വ്യാപൃതരാകണം. പ്രിയപ്പെട്ട
മുഅ്മിനേ, പരിശുദ്ധമായ റമദാനു ശരീഫ് ജീവിതത്തിൽ ഒരു തവണ ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല. റമദാനു ശരീഫിന്റെ മഹത്വം ഒരാള് അറിയേണ്ട വിധത്തിൽ അറിഞ്ഞാൽ വർഷം മുഴുവൻ റമദാനാകണമെന്ന് കൊതിക്കുമെന്നാണ്. റമദാന്റെ മഹത്വം ഒരാള് ശരിക്കും തിരിച്ചറിയുകയാണെങ്കിൽ വർഷം മുഴുവൻ റമദാനാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോകുമെന്നാണ് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അവിടുന്ന് പറയാണ്, ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിന് മുമ്പ് ഒരു സംഭവം ഉണ്ട്. എന്താ സംഭവം? ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് തങ്ങൾ പറയാണ്, രണ്ട് സഹോദരന്മാർ ഒരേ സമയം മുസ്ലിമായി. ആ രണ്ട് സഹോദരന്മാരിൽ ഒരു സഹോദരൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ജിഹാദിൽ പങ്കെടുത്ത് രക്തസാക്ഷിയായി ലോകത്തോട് വിട പറഞ്ഞു, ഷഹീദായി. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മറ്റേ സഹോദരൻ സ്വാഭാവികമായ മരണത്തിന് കീഴൊതുങ്ങി. പിന്നീട് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് ഒരു സ്വപ്നം കാണുകയാണ്. ഖിയാമത്ത് നാൾ ആഗതമായിരിക്കുന്നു, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്, ഈ രണ്ട് സഹോദരന്മാരെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടാൻ അവസരം എത്തിയിട്ടുണ്ട്. അപ്പൊ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് പ്രതീക്ഷിക്കാണ്, ഈ രണ്ട് സഹോദരന്മാരിൽ ആദ്യ ആരാ സ്വർഗത്തിലേക്ക് പോക? ഷഹീദായിരിക്കുമല്ലോ ആദ്യം സ്വർഗത്തിലേക്ക് പോക എന്നാണ് നമ്മൾ കരുതുക. പക്ഷെ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടത് ഷഹീദൊന്നും അല്ലാതെ സാധാരണ മരണത്തിന് കീഴടങ്ങിയ തന്റെ സഹോദരനെയാണ്. ശേഷമാണ് ഷഹീദിനെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നത്. അപ്പോ ഈ സ്വപ്നം കണ്ടു. പിറ്റേന്ന് രാവിലെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് ആ സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഷഹീദായ ആളെ രണ്ടാമതാണ് വിളിച്ചത്, സ്വർഗത്തിലേക്ക് വിളിച്ചത്. അതേസമയം സ്വാഭാവികമായ മരണത്തിന് കീഴടങ്ങിയ തന്റെ സഹോദരൻ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടല്ലോ. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്, ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തന്റെ സഹോദരൻ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായതിനു ശേഷം പിന്നീട് ഒരു വർഷം തന്റെ മറ്റേ സഹോദരൻ ജീവിച്ചില്ലേ? അതെ, ജീവിച്ചു. ആ ജീവിതത്തിനിടയിൽ പരിശുദ്ധമായ റമദാൻ അയാൾക്ക് ലഭിച്ചില്ലേ? ലഭിച്ചു. നോമ്പ് നോറ്റില്ലേ? തറാവീഹ് നിസ്കരിച്ചില്ലേ? അതേ നിസ്കരിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആദ്യം വിളിക്കപ്പെട്ടത്. ആദ്യം സ്വർഗത്തിലേക്ക് അയാളെ വിളിക്കപ്പെടാനുള്ള കാരണം അതാണെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സംശയത്തിന് ഒരു ക്ലാരിഫിക്കേഷനായി അവിടുന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. അപ്പൊ ഓരോ വർഷം റമദാൻ ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഓരോ വർഷം നമുക്ക് റമദാൻ ഇങ്ങനെ ലഭിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിശുദ്ധമായ റമദാൻ ശരീഫിനെ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും അതിലൂടെ ആത്മീയമായ പദവികൾ കരസ്ഥമാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ ശരീഫ്, അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, മണിക്കൂറുകൾ പറഞ്ഞാലും തീരൂല. പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കാം. നോമ്പ് തുറ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോമ്പ് തുറപ്പിക്ക. പരിശുദ്ധമായ റമദാൻ ശരീഫിൽ ധാരാളം ആരാധനകളുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യണം. അതിൽപ്പെട്ട റമദാനിലെ സ്പെഷ്യൽ ആയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ എല്ലാ വർഷവും വിപുലമായി നടക്കാറുണ്ട്. ഈ വർഷം വിപുലമായി നടക്കണം. ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ അതിലൂടെ പ്രത്യേകം അല്ലാഹുവിന്റെ മലക്കുകൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. അവന്റെ നോമ്പ് തുറ അല്ലാഹു തആല സ്വീകരിച്ച ലൈലത്തുൽ ഖദറിന്റെ അന്ന് മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമെന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹസ്തദാനം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ അറിയാ? എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹസ്തദാനം കിട്ടിയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാ? അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈലത്തുൽ ഖദറിന്റെ അന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആശീർവാദം ലഭിച്ച വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ചെറിയ കുട്ടികളെ പോലെയാകുന്നു. മനസ്സിൽ ആരോടും കിബിറില്ല, വിദ്വേഷമില്ല. മനസ്സിന്റെ കസ്വത്തുകളൊക്കെ നീങ്ങിപ്പോയി. മനസ്സ് അതാ നോർമലാകുന്നു, മനസ്സ് ലോലമാകുന്നു. മാത്രമല്ല അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആശീർവാദം ലഭിച്ച ഒരു വ്യക്തിയുടെ മനസ്സ് ലോലമാവുകയാണ്. അദ്ദേഹം അതാ ധാരാളം കരയുകയാണ്, കരഞ്ഞു പോവുകയാണ്. നമുക്ക് പലപ്പോഴും കരച്ചിൽ വരണില്ല, വാള് കേട്ടിട്ടും വരണില്ല, പ്രഭാഷണം കേട്ടിട്ടും വരുന്നില്ല, കഥകൾ കേട്ടിട്ടും വരണില്ല. നമ്മുടെ മനസ്സിന് ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പടച്ച റബ്ബിന്റെ പരിഗണനയും ബഹുമാനപ്പെട്ട മലക്കുകളുടെ പ്രാർത്ഥനയും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആശീർവാദവും ലഭിച്ച വ്യക്തിയാണെങ്കിൽ ധാരാളം കരയുമെന്നാണ്. കഴിഞ്ഞുപോയ മഹത്തുക്കളൊക്കെ കരഞ്ഞവരാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ വലിയ കരയുന്ന വ്യക്തിയായിരുന്നു എന്ന് അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ. അല്ലാഹു നമ്മുടെ മനസ്സും ശുദ്ധിയാക്കി തരട്ടെ, മനസ്സിന്റെ ഖസ്വത്ത് അല്ലാഹു എടുത്തു മാറ്റി തരട്ടെ. അതിലൂടെ പടച്ച റബ്ബിനെ ഓർത്ത് ധാരാളം കരയാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് റമളാൻ നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമളാനായി കഴിഞ്ഞാൽ പിന്നെ കാര്യമായി ആരോടും സംസാരിക്കില്ല. മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെയാണ് ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഖുർആൻ നിരന്തരമായി ഓതുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നു. അങ്ങനെ ഖുർആനുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ ശുഗലിലാകുന്നു. മുൻ കഴിഞ്ഞു പോയ സ്വഹാബത്തൊക്കെ റമദാൻ ഷരീഫിൽ അങ്ങനെയാണ്. റമദാനിൽ പ്രത്യേകിച്ച് മറ്റൊരു കാര്യവുമില്ല, മുഴുവൻ ഇബാദത്താണ്, പ്രത്യേകം ഖുർആൻ പാരായണമാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റമദാനായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കിതാബ് അടച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റമദാനായ എല്ലാ കിതാബ് അടച്ചു വെക്കും. പിന്നെ ഫത്വക്കാരും വരണ്ട, അറിഞ്ഞ് ഫത്വ ചോദിച്ചു വരണ്ട, ഫത്വയും എല്ലാ പരിപാടിയും നിർത്തിവെച്ച് പിന്നെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് ഇഅ്തികാഫ് ഇരുന്ന് അങ്ങനെ ഓത്തന്നെ. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട ഷാഫി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ പകലിൽ ഒരു ഖത്മ് തീർക്കും, രാത്രിയിലോ മറ്റൊരു ഖത്മും തീർക്കും. പകലൊരു ഖത്മ്, രാത്രിയിൽ മറ്റൊരു ഖത്മ്. പരിശുദ്ധമായ റമദാൻ അങ്ങ് കഴിയുന്നതോടുകൂടി 60 ഖത്മ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഓതി തീർക്കും. ആലോചിച്ചു നോക്കൂ, റമദാൻ മുൻ കഴിഞ്ഞു പോയ മഹാന്മാരൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് നന്നാകാനുള്ള സമയമാണ്. റമദാൻ തൗബയുടെ മാസമാണ്. റമദാൻ എത്തിയിട്ട് തൗബ ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ തൗബ ചെയ്ത് പടച്ച റബ്ബിലേക്ക് എല്ലാ അർത്ഥത്തിലും ഒരുങ്ങേണ്ട സന്ദർഭമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. അതുകൊണ്ട് ഞാനിനി നന്നാകോ, ഞാനൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തില്ലേ, ഇനി എനിക്കൊക്കെ പ്രതീക്ഷയ്ക്ക് വല്ല ചാൻസും ഉണ്ടോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിരാശരാവേണ്ടവരല്ല. ബനൂ ഇസ്രായേൽപ്പെട്ട സഹോദരന്റെ ഒരു ചരിത്രം നോക്കൂ നിങ്ങൾ. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 40 കൊല്ലം ഇബാദത്ത് കൊടുത്തു. ബനൂ ഇസ്രായേൽപ്പെട്ട സഹോദരൻ 40 കൊല്ലം അദ്ദേഹം ഇബാദത്ത് കൊടുത്തു. കാന സാലിഹൻ തഖിയൻ, ആണ് നല്ല മുത്തഖിയ 40 കൊല്ലം. പക്ഷേ പക്ഷേ പിന്നീടുള്ള 40 കൊല്ലം അയാൾ നേരെ ഓപ്പോസിറ്റായി, തെറ്റ് ചെയ്തു, കുറ്റവാളിയായി. പിന്നെ കാര്യമായ ഇബാദത്തൊന്നുമില്ല. 40 കൊല്ലം ആദ്യം ഇബാദത്തെടുത്ത് മുത്തഖിയായി ജീവിച്ചൊരു സഹോദരൻ പിന്നീടുള്ള 40 കൊല്ലക്കാലം തോന്നിവാസിയായി മാറി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞെന്ന് മാത്രമല്ല, യുഹാജിർ ബിൽ മഅസിയ, തെറ്റ് പരസ്യമായി ചെയ്യാൻ തുടങ്ങിയയാള്, രഹസ്യമായിട്ടല്ല പരസ്യമായി തെറ്റു ചെയ്യുന്നവനായാണ് മാറി. പിന്നീട് തൗബ ചെയ്യാൻ അയാളെ കരുതുകയാണ്, ഉദ്ദേശിക്കുകയാണ്. ഈ പോക്ക് പോയാൽ ശരിയല്ലല്ലോ, ഇഞ്ഞൊന്ന് നന്നാകണ്ടേ. അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഫഖാല, അയാൾ പറയാണ്, യാ റബ്ബി, ഉടമയായ റബ്ബിനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, പടച്ച റബ്ബേ, 40 കൊല്ലം ഞാൻ നിനക്ക് ഇബാദത്തെടുത്തു, പിന്നെ
പിന്നീടുള്ള 40 കൊല്ലം ഞാൻ തെറ്റു ചെയ്തു, എനിക്ക് തൗബയുണ്ടോ? 40 കൊല്ലം ഇബാദത്തെടുത്ത് ജീവിച്ച ഞാൻ പിന്നീടുള്ള 40 കാലം ദോഷിയായി തോന്നിവാസിയായി ജീവിച്ചവനാണ്, എനിക്ക് തൗബയുണ്ടോ? പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ശൈലിയാണിത്. ആ സമയത്തതാ ഒരു വിളിയാളം കടന്നു വരികയാണ്, ഒരു അശരീരി കേൾക്കുകയാണ്, അബ്ദീ, എന്റെ പ്രിയപ്പെട്ട അടിമ, ആദ്യത്തെ 40 കൊല്ലം നീ എനിക്ക് വഴിപ്പെട്ടപ്പോൾ ഞാൻ നിന്നെ എന്നിലേക്ക് അടുപ്പിച്ചു, പക്ഷേ പിന്നീടുള്ള 40 കൊല്ലം നീ തോന്നിവാസിയായി ജീവിച്ചപ്പോ നിന്നെ തൽക്കാലം മാറ്റിവെച്ചതാണ്. ഇനിയും താങ്കൾ എന്നിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അങ്ങയെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, ഇല്ലാ മൻ താബ വ ആമന വ അമലൻ സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വ കാന അല്ലാഹു ഗഫൂറർ റഹീമാ. വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കുകയും തൗബ ചെയ്യുകയും ചെയ്ത് സുഹൃതങ്ങളെ കൊണ്ട് വീണ്ടും ജീവിതം സജീവമാക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ മുഴുവനും അല്ലാഹു തആല നന്മകളാക്കി ഹസനാത്തുകളാക്കി പകരം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാരും പ്രതീക്ഷയിൽ നിന്ന് മാറി നിൽക്കേണ്ടവരല്ല. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ ശരീഫിനെ മുൻനിർത്തി നന്നാകാനുള്ള തയ്യാറെടുപ്പിൽ നമ്മളെല്ലാവരും ഉണ്ടാവണം. അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ്? ലോക ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട വലിയ സൂഫിയാണ്, സാഹിദാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യകാലം എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? വലിയ കള്ളനായിരുന്നു, കൊള്ളക്കാരനായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ. ആദ്യ കാലഘട്ടത്തിൽ അതേ റോട്ടിലും മറ്റൊക്കെ വഴിയിലൊക്കെ ഇറങ്ങിയിട്ട് യാത്രക്കാരെ തടഞ്ഞു വെച്ച് മോഷണം നടത്തുന്നവരായിരുന്നു, കവർച്ചക്കാരനായിരുന്നു. അദ്ദേഹം തന്റെ നാട്ടുകാരിയായ ഒരു സഹോദരിയെ സ്നേഹിക്കുകയാണ്, പ്രേമിക്കുകയാണ്. ഒരു സ്ത്രീയോട് വല്ലാത്ത പ്രേമം അദ്ദേഹത്തിന്റെ മനസ്സിലങ്ങ് കുടുങ്ങിപ്പോവുകയാണ്. അങ്ങനെ ആ സ്ത്രീയെ സ്വയക്തമാക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ അതാ മെല്ലെ മതിലു ചാടിക്കടക്കാനുള്ള ശ്രമത്തിലാണ്. താൻ പ്രേമിച്ച പെണ്ണിനെ സ്വയക്തമാക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ മതിലി ചാടിക്കടക്കുമ്പോ അതാ ഒരു ഒത്തുകാരൻ ഓതുന്നു. രാത്രിയുടെ ഉള്ളറയിൽ നിന്ന് ഒരു ഒത്തുകാരന്റെ ഒത്തു കേൾക്കുകയാണ്. എന്താണ് അയാൾ ഓതുന്നത്? അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനിൽ ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് സമയമായിട്ടില്ലയോ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങളൊക്കെ പടച്ച റബ്ബിന് വേണ്ടി ഭയപ്പെട്ട് നന്നാകാനുള്ള സമയമായിട്ടില്ലയോ? പ്രായം ഇത്രയും കഴിഞ്ഞിട്ട് 40ഉം 50ഉം 60ഉം കഴിഞ്ഞു, ഇനിയും സുന്നത്തുകളെ കൈവെടിയുകയാണോ? അതേ, പല സുന്നത്തുകളും കൈവെടിയുകയാണോ? തെറ്റു ചെയ്യുകയാണോ? തോന്നിവാസിയായി ജീവിക്കുകയാണോ? ഇനിയും പടച്ച റബ്ബിനെ ഭയപ്പെടാൻ സമയമായിട്ടില്ലയോ?
ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ഹൃദയത്തിൽ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. ഫഖാല, ഇത് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ റബ്ബി ഖദ് ആൻ, അതേ സമയമായിട്ടുണ്ട്. ഫറജഅ, അതേ താൻ സ്നേഹിച്ച സ്ത്രീയെ സ്വയക്തമാക്കുന്ന ശ്രമത്തിൽ നിന്ന് പിന്തിരിയുകയാണ്. ഇല്ല ഇല്ല, ഞാനില്ല, ഇനി ഹറാമിലേക്കില്ല, ഇനി തിന്മയിലേക്ക് ഞാനില്ല. അങ്ങനെ നന്നാകാൻ തീരുമാനിച്ച് ഒരു കുടിലിലേക്ക്, ആരാരുമില്ല എന്ന് കരുതുന്ന കുടിൽ ലക്ഷ്യമാക്കി നീങ്ങുമ്പോ ആ കുടിൽ ഒരു സംഘം ആളുകളുണ്ട്. അവർ രാത്രി ഒരു ചർച്ചയിലാണ്. ഫഖാല ബഅദുഹും, അവർ ചില ആളുകൾ പറയാണ്, നർതഹിലു, നമുക്ക് ഇവിടെ വിട്ടുപോകാം, ഈ രാജ്യം വിട്ടുപോകാം, ഈ നാട് വിട്ടുപോകാം, ഇപ്പോൾ തന്നെ നമുക്ക് പോകാം. മറ്റു ചിലർ പറഞ്ഞു, ഹത്താ നുസ്ബി, നമുക്ക് പ്രഭാതത്തിൽ പോകാം. കാരണം ഇന്ന ഫുളൈലൻ അല ത്വരീഖി യഖ്തഉ അലൈനാ, ഈ നാട്ടിൽ ഫുളൈൽ എന്ന് പറയുന്ന ഒരു ചങ്ങാതിയുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് മുഴുവനും തട്ടിയെടുക്കുന്നവനാണ്. അതുകൊണ്ട് ഇവിടെ നിന്നുകൂടാ, ഇപ്പോൾ തന്നെ നമുക്ക് പോകാമെന്നൊരു ടീം, അല്ല നമുക്ക് പ്രഭാതത്തിൽ പോകാമെന്നൊരു ടീം. ഒന്നാലോചിച്ചു നോക്കൂ, ആ നാട്ടുകാര് മുഴുവനും പേടിച്ച് വിറക്കുന്ന പേരാണ് ഫുളൈൽ. ഈ ആയത്തങ്ങ് കേട്ട് നന്നാകാൻ തീരുമാനിച്ചപ്പോഴാണ് ഇങ്ങനൊരു ചർച്ച ഫുളൈലിന്റെ ശ്രദ്ധയിൽ പെടുന്നത്. ഫതാബൽ ഫുളൈൽ, ബഹുമാനപ്പെട്ട ഫുളൈൽ തങ്ങളുടെ ആ നിമിഷം മനസ്സറിഞ്ഞ് തൗബ ചെയ്യുന്നു. പരിശുദ്ധമായ കഅബ ശരീഫ് ലക്ഷ്യം വെച്ച് മക്കയിലേക്ക് നീങ്ങുന്നു. തൗബ ചെയ്തവിടെ നിന്ന് നന്നായി നല്ലവനായി ജീവിക്കുന്നു. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ സാഹിദായ സൂഫിയായ വ്യക്തിത്വത്തിന്റെ ഉടമയായി ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് നമുക്കും നന്നാവേണ്ടതുണ്ട്, നമ്മുടെ തിന്മകളെല്ലാം നമുക്ക് കൈവടിയേണ്ടതുണ്ട്. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട്, തിങ്കളാഴ്ച രാത്രിയുടെ ബർക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ മഹല്ലത്തുൽ ബദരിയ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ശഅബാന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്.